മാൽദീവ്സിലാണ്. സൈഡ് വാക്ക് നടത്താൻ നോക്കിയൊക്കെ അതുപോലെ ഇരിക്കുന്ന സുന്ദരമായ ഒരു കടലിലെ കാഴ്ചകളൊക്കെ കണ്ട് ഇവിടെ ഇങ്ങനെയൊക്കെ ആ ഒരു റേസ് ഒക്കെ കുറച്ചുകൂടെ ഹാർഫുൾ ആയി വാട്ടർ വില്ലയിലേക്കാണ്. പല പല റൂംസ് ആയിട്ടാണ് പക്ക പെർഫെക്റ്റ് റിഫ്ലക്റ്റിംഗ് വാട്ടർ ആണ്. സ്റ്റെപ്പായിട്ട് താഴേക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങിയൊക്കെ എൻജോയ് ചെയ്യാൻ ഭയങ്കര രസമുണ്ട് കേട്ടോ. ഇതിലെ കൂടെ ഇങ്ങനെ നടക്കാൻ അങ്ങേറ്റം വരെ 2 ഡീവിയേഷനിലേക്ക് ഓരോ ചെറിയ ചെറിയ ഹട്ടല്ലാത്ത എത്ര നീളത്തിലാണ് ഇത് ഇങ്ങനെ പോയേക്കുന്നത്. നല്ല കട്ടിയുള്ള തടിയും കൊണ്ടിട്ടാണ് ലൈറ്റ് ഡിന്നർ ഒക്കെ അറേഞ്ച് ചെയ്യുന്ന ടേബിൾ ലൈവ് മ്യൂസിക് ഒക്കെ ഉണ്ടാവും. പല പല ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ടാവും. നല്ല ഭംഗിയുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ. ഈ കാണുന്നതെല്ലാം കുട്ടി ഷാർക്കുകളാണ്. ഇതിനടിയിൽ കൂടെ ഓടിച്ചാടി നടക്കുന്നത് നമുക്ക് ക്ലീൻ ആയിട്ട് കാണാം. ലഗൂൺ ഏരിയയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തേക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ആണ്. അടുത്തേക്കൊക്കെ വരെയും വരും വലിയ മീനുകളൊക്കെ. മെയിൻ ബോട്ട് ചെട്ടിന്ന് ഞാൻ കാര്യങ്ങളെല്ലാം നല്ല ഭംഗിയാണ്. ഡിന്നേഴ്സ് ഒക്കെ അറേഞ്ച് ചെയ്യാം. മിനി ബാസ് ഈ ഒരു ഏരിയയിലാണ്. ഹലോ, അപ്പം നമ്മള് മാൽദീവ്സിലാണ്. ഇപ്പം കടലൊക്കെ നല്ല അത്യാവശ്യം ശോഭിച്ചിരിക്കുന്ന അവസ്ഥയിലാണ്. നമുക്ക് സ്നോർക്ലിങ്ങോ അതിനൊന്നും പറ്റിയ ഒരു അറ്റ്മോസ്ഫിയർ അല്ല ഇപ്പൊ നോക്കിയാൽ തന്നെ അറിയാം. തിരമാലകളൊക്കെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ കടലില് ഇതിൽ വെള്ളമാണേലും അണ്ടർ വാട്ടർ കാഴ്ചകളൊന്നും അത്രയ്ക്ക് ആസ്വദിക്കാൻ പറ്റത്തില്ല. വെള്ളം അത്യാവശ്യം ചെറിയ കലക്കമുള്ള രീതിയിലാണ് കിടക്കുന്നത്. അപ്പൊ നമ്മള് ഒന്ന് ബീച്ച് സൈഡ് വാക്ക് നടത്താന്ന് ഓർത്തിട്ട് ഇറങ്ങിയതാ. അപ്പൊ നല്ല ഭംഗിയാണ് കേട്ടോ. ഇവിടെ മണലാണേലും പഞ്ചസാര പോലത്തെ മണലാണ് ഇവിടെ ഉള്ളത്. ചെറിയ ഈ പഞ്ചസാരയും റവപ്പൊടിയും ഒക്കെ ഇല്ലേ, അതുപോലെ ഇരിക്കുന്ന മണലാണ് ഇവിടെ. ആ വെള്ള മണലും നീല കടലും ഒക്കെ ആയിട്ട് ഭയങ്കര ഒരു ശാന്തസുന്ദരമായ ഒരു അറ്റ്മോസ്ഫിയർ തന്നെയാണ് ഇവിടെ. ഇവിടെ കൂടുതൽ കാണുന്ന ഒരു ടൈപ്പ് ഇലയാണ് കേട്ടോ. ഒരു ടൈപ്പ് മരമാണ്. ഇത്രയും ഒരു ഓവൽ ഷേപ്പിലുള്ള ഇലയും ഇങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ. ഇപ്പം ലക്ഷദ്വീപിലും ഇതേ കണക്കൊരു ഇലയും ഈ ഒരു പാറ്റേൺ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ എനിക്ക് തോന്നുന്നു ഈ മണലൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന പോകുന്ന ടൈപ്പ് മരങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്ന തെങ്ങുകളാണ് ഇവിടെ. തെങ്ങുകളൊക്കെ ഇഷ്ടംമാതിരി ഉണ്ട്. അപ്പം ഇവിടുത്തെ ജനങ്ങളുടെ ഏകദേശം നമുക്ക് ഇവിടുത്തെ ഒരു ജീവിതമാർഗം കുറെ ഒരു തെങ്ങിന്റെയും പിന്നെ കുറെ ഫിഷിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പോവാ. ഇപ്പം മാൽദീവ്സിന്റെ പല പല ഐലൻഡ്സ് ഒക്കെ നോക്കുകയാണെങ്കിലും കൂടുതലും റിസോർട്ട്സ് ഒക്കെ ആയിട്ട് പോകുന്നുണ്ട്. അവിടെ ഈ റിസോർട്ടിന്റെ അടുത്തുള്ള സ്ഥലത്തൊന്നും ഈ ഒരു ഫിഷിങ്ങോ കാര്യങ്ങളോ ഒന്നും അലൗഡ് അല്ല. കാരണം അത്രയും ഫ്രണ്ട്ലി ആയിട്ട് നിന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ സ്നോർക്ലിംഗ് ഇറങ്ങിയാലും അങ്ങനത്തെ കാഴ്ചകൾക്കൊക്കെ ആയിട്ട് ഇറങ്ങുമ്പോഴത്തേക്കും അത്രയും കാമായിട്ട് നമുക്ക് സീ കിട്ടത്തുള്ളൂ. മീനുകളൊക്കെ കാണാനും പറ്റത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ റിസോർട്ട് സൈഡുകളിലൊന്നും ഈ ഫിഷിംഗ് ഒന്നും അലൗഡ് അല്ല. പിന്നെ നമ്മള് ബീച്ച് സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും കുറെ ഇതേപോലെ ഈ വെയിൽ കായാൻ കിടക്കാനായിട്ടൊക്കെ കുറെ ബെഡുകളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഇവിടെ ഇരുന്നിട്ട് കടലിലെ കാഴ്ചകളൊക്കെ കണ്ട് ഇവിടെ ഇങ്ങനെ കിടന്ന് ആസ്വദിക്കാവുന്നതാണ്. ഉച്ചയൊക്കെ ഈ സമയത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വെയിലായിരിക്കും. രാവിലെ തൊട്ടേ ഒരു ചെറിയ മഴക്കാറായിരുന്നു. പക്ഷെ ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മഴക്കാറിന്റെയും മഴയുടെ ഒക്കെ ഭാഗമായിട്ട് വെള്ളമൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ആയിട്ടുണ്ട്. പക്ഷെ വെയിൽ അതുപോലൊക്കെ തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ ഇപ്പൊ നമ്മൾ നോക്കിയാൽ തന്നെ അറിയാം ഒരു ഷിപ്പ് ദൂരേന്ന് വരുന്നുണ്ട്. നമ്മൾ ആ നേരെ നോക്കുമ്പോൾ കാണുന്നതാണ് തെങ്കാത്തി ഐലൻഡ്. അപ്പം അങ്ങോട്ടും പോകാറുണ്ട് ആൾക്കാരൊക്കെ. അങ്ങോട്ട് പോയി അവിടെ പോയി എൻജോയ് ചെയ്തിട്ട് വരാറുണ്ട്. അപ്പൊ അങ്ങനെ ഈ സൈഡിലാണെങ്കിലും ഇപ്പം സ്നോർക്ലിങ്ങിന് ഇറങ്ങിയിട്ടുള്ളവരുണ്ട്. എന്നാലും നമുക്ക് കുറച്ചുകൂടെ ഒന്ന് കടലൊക്കെ ശാന്തമായിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് സ്നോർക്ലിംഗ് ഒക്കെ പോയിട്ട് എൻജോയ് ചെയ്യാം കേട്ടോ. പക്ഷെ ഈ വെയിലിന്റെ കാഠിന്യം നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ടങ്ങ് ഫീൽ ചെയ്യുന്നില്ല. കാരണം എപ്പോഴും ഈ കാറ്റടിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് അത്ര ആ ഒരു പൊള്ളുന്ന ഫീൽ ഇല്ല. പക്ഷെ നല്ല പൊള്ളുന്ന വെയിലാണ് താനും. നല്ല തണുത്ത കാറ്റാണ് പക്ഷെ അതിനൊപ്പം അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വെയിലിന്റെ ചൂട്ടിനെ ആ കാറ്റങ്ങ് ബാലൻസ് ചെയ്തങ്ങ് വിട്ടോളും. ഭയങ്കര രസമാണ്. കാരണം ഇപ്പൊ ഞാൻ ഈ സൺഗ്ലാസ് ഇട്ട് നിൽക്കുന്നതുകൊണ്ട് അത്രയും തോന്നില്ല. അല്ലെങ്കിൽ നേരെ നമ്മുടെ കണ്ണിലേക്കാണ് ഈ വെയിൽ വന്ന് അടിക്കുന്നത്. അപ്പൊ കൂടുതൽ നമുക്ക് കാണാൻ ഇവിടെയുള്ളവരെല്ലാരും തന്നെ സൺഗ്ലാസ് ഇട്ടിട്ടാണ് കൂടുതൽ ഇറങ്ങുന്നത്. കാരണം ഇവിടുന്ന് ഈ മണലിലേക്കൊക്കെ വെയിലൊക്കെ ഡയറക്റ്റ് അങ്ങ് അടിച്ചു കഴിഞ്ഞ് പിന്നെ വരുന്ന ആ ഒരു റേസ് ഒക്കെ കുറച്ചുകൂടെ ഹാർംഫുൾ ആയതുകൊണ്ട് തന്നെ കൂടുതലും പേരൊക്കെ സൺഗ്ലാസ് ഒക്കെ വെച്ചിട്ടൊക്കെ തന്നെയാണ് ഐലൻഡ്സിലൊക്കെ ഇറങ്ങാറുള്ളത്. അപ്പൊ നമ്മള് ഇനി അങ്ങോട്ട് നേരെ നോക്കുമ്പോഴത്തേക്കും കാണുന്നതാണ് വാട്ടർ വില്ല. അത് ഭയങ്കര ഭംഗിയുള്ള ഏരിയ ആണ് കേട്ടോ. അത് നമ്മുടെ ഐലൻഡിൽ നിന്ന്
വാട്ടറിലേക്ക് ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് ബിൽഡ് ചെയ്തേക്കുന്ന ഒരു ഏരിയ ആണ്. അപ്പം അവിടെ ഫുള്ള് തടിയുടെ ഒരു അറേഞ്ച്മെന്റ് ആണ്, തടിയും കൊണ്ടുള്ള ബിൽഡിംഗ് ആണ് അവിടെ വരുന്നത്. പിന്നെ അവിടെ ഉള്ളിലത്തെ റൂംസ് ഒക്കെ നല്ല ഭംഗിയാണ്. അവിടെ ആ റൂമിനുള്ളിൽ തന്നെ ചെറിയ സ്വിമ്മിംഗ് പൂളായിട്ടും പിന്നെ ഈ വെള്ളത്തിലേക്ക് നേരെ ഇറങ്ങാൻ പറ്റുന്ന അറേഞ്ച്മെന്റും സ്റ്റെപ്പ് പോലെയുള്ള അറേഞ്ച്മെന്റും കാര്യങ്ങളൊക്കെ കാണാറുണ്ട്. പിന്നെ കൂടുതൽ നമ്മളിവിടെ ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇവിടെ സ്നോർക്കലിംഗ് ഒക്കെ ഇറങ്ങുന്ന സമയത്ത് കൂടുതലും ഈ കോറിലൊക്കെ കാലില് കുത്തിയിട്ടുള്ള ഇഞ്ചുറീസ് ഒക്കെയാണ് കൂടുതൽ വരാറ്. അപ്പം അതൊക്കെയാണ് കൂടുതൽ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. അങ്ങനെ ഭയങ്കര കാം ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. ഇവിടെ മാൽദീവ്സിന്റെ ലാംഗ്വേജ് ഇവരുടെ തന്നെ ലാംഗ്വേജ് ഉണ്ടെങ്കിൽ പോലും കൂടുതലും ഇംഗ്ലീഷാണ് ഇവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. അപ്പൊ നമുക്ക് ലാംഗ്വേജിന്റെ കാര്യത്തിൽ അത്ര ബുദ്ധിമുട്ട് വരുന്നില്ല. റിസോർട്ടുകളിലൊക്കെ ആണെങ്കിൽ പോലും നമ്മള് ഇത് ഇംഗ്ലീഷ് തന്നെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. കാരണം കൂടുതൽ ഫോറിനേഴ്സും ഒക്കെ വരുന്ന സമയത്ത് അവർക്കും കംഫർട്ടബിൾ ആയിട്ടുള്ളത് ഇംഗ്ലീഷ് ലാംഗ്വേജ് തന്നെയാണ്. നല്ല കാറ്റാണ് കേട്ടോ ഇവിടുന്ന് അടിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മള് റിസോർട്ട്സിന്റെ ഒക്കെ ഒരു മെയിൻ ഹൈലൈറ്റ് ആയ വാട്ടർ വില്ലയിലേക്കാണ് നമ്മൾ പോണത്. ഇപ്പൊ നമ്മൾ നടക്കുന്ന സൈഡിൽ തന്നെ കുറച്ച് ടേബിളും ചെയർസും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ബീച്ച് സൈഡ് വ്യൂ ഒക്കെ കിട്ടിയിട്ട് ആസ്വദിച്ചിരിക്കാൻ പറ്റുന്ന അറേഞ്ച്മെന്റ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇവരിവിടെ ഒരു ബോട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ സ്നോർക്കലിങ്ങും ഡൈവിങ്ങും ഒക്കെ പോകുന്ന സമയത്ത് കാണാൻ പറ്റുന്ന ഇവിടുത്തെ കുറച്ച് ഫിഷുകളും അണ്ടർ വാട്ടർ ലൈൻസ് ഒക്കെയാണ് നമുക്ക് ഇവിടെ ഇപ്പൊ കാണുന്നത്. ഇത് കണ്ട ഒരു തെരണ്ടി മീൻ, അതൊക്കെയാണ് കൂടുതൽ ഇവിടെ കാണുന്നത്. നല്ല ഭംഗിയുള്ള കുറെ കളർഫുൾ മീനുകളൊക്കെ ഉണ്ട്. അപ്പൊ ഇവിടെ കുറച്ച് ഡൈവിങ്ങിന്റെ സ്വിമ്മിങ്ങിന്റെയും ഒക്കെ ഇൻസ്ട്രക്ഷൻസും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് ജസ്റ്റ് നമ്മുടെ ഐലൻഡിന്റെ ഒക്കെ ഒരു ഔട്ട്ലൈന് ഇവരിവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഫുള്ള് ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മൾ ആക്ച്വലി എല്ലായിടും ഒരേപോലെ തന്നെ ഇരിക്കും. കുറച്ച് മരങ്ങളും കുറെ വൈറ്റ് സാൻഡും കുറച്ച് ബീച്ചും ഒക്കെ ആയിട്ട് എല്ലാം യൂണിഫോം ആയിട്ടിരിക്കും. അപ്പൊ ആക്ച്വലി നമ്മൾ ഒരു തവണ വരുമ്പോഴത്തേക്കും തിരിച്ചു വരാനുള്ള റൂട്ട് ആക്ച്വലി നമ്മൾ മറന്നുപോയി. ഏകദേശം ഒരുപോലെ തന്നെയൊക്കെ ഇരിക്കും എല്ലായിടും. അപ്പം നമ്മള് ഈ വാട്ടർവില്ലയിലേക്കുള്ള ആ ഒരു പാത്ത് തടിയും കൊണ്ടുള്ള ചെറിയൊരു പാലം പോലത്തെ ഒരു അറേഞ്ച്മെന്റ് ആണ് വരിക. അപ്പം നല്ല രസമാണ് കേട്ടോ. ഈ വെള്ളത്തിന്റെ മുകളിൽക്കൂടെയാണ് നമ്മുടെ ഈ പാലം പോയിട്ട് അവിടുന്ന് പല ഡീവിയേഷൻസിലേക്ക് പല പല റൂംസ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ നമുക്ക് മേളിൽ നിന്ന് താഴേക്ക് നോക്കിയാൽ തന്നെ ക്ലീൻ വാട്ടർ ആയതുകൊണ്ട് നമുക്ക് അതിനകത്ത് കൂടെ മീൻ പോകുന്നതെല്ലാം നല്ല ഭംഗിയായിട്ട് കാണാം. കുട്ടി സ്രാവുകളൊക്കെ ഇങ്ങനെ പോകുന്നതും അത് കാണാൻ പറ്റും. അപ്പം ഇവിടെ സ്പാ ഒക്കെ ഉണ്ട്. അവിടുന്ന് ഈ ബുക്ക് ചെയ്തിരിക്കുന്നവർക്കൊക്കെ സ്പാ അറേഞ്ച്മെന്റ്സ് ഒക്കെ കൊടുക്കാറുണ്ട്. അപ്പൊ ഇത് നോക്കിയാൽ നല്ല ക്ലീൻ കണ്ണാടി പോലത്തെ വെള്ളമാണ് ഇവിടുത്തെ വെള്ളം. ഇത് ഒരു എന്താ പറയാ മലിനമായിട്ടുള്ള ഒരു ഏരിയ ഇവിടെ ഇല്ല. നല്ല ക്ലീൻ ആൻഡ് പക്ക പെർഫെക്റ്റ് റിഫ്ലക്റ്റിംഗ് വാട്ടർ ആണ്. ഇവിടെ എല്ലാം പല പല റൂംസ് ആണ്. ഓരോ അപ്പൊ ഗസ്റ്റ് വരുന്ന സമയത്ത് അവർ ബുക്ക് ചെയ്ത് ഓരോ റൂംസും അലോട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യാറ്. ഇപ്പൊ നമുക്ക് ഇവിടെ നോക്കിയാൽ തന്നെ അറിയാം, ഓരോ റൂമിന്റെയും സൈഡിൽ കൂടെ ഒരു സ്റ്റെപ്പായിട്ട് താഴേക്ക് വെള്ളത്തിലേക്കുണ്ട്. അപ്പം അവിടെയൊക്കെ ഇറങ്ങിയൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അറേഞ്ച്മെന്റും അങ്ങനെയൊക്കെയാണ്. ഭംഗിയുള്ള വാട്ടർ വില്ലയിൽ കൂടെ ഞാനിങ്ങനെ നടന്ന് എങ്ങായിരുന്നു. ഭയങ്കര രസമുണ്ട് കേട്ടോ ഇതിലെ കൂടെ ഇങ്ങനെ നടക്കാൻ. ഭയങ്കര കാം ആൻഡ് പീസ്ഫുൾ ആണ്. ഇവിടെ ഇതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ഓരോ ചെടിച്ചട്ടി നല്ല കളർഫുള്ളായ ചെടിയൊക്കെ പൂക്കളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന കാണാനും നല്ല ഭംഗിയുണ്ട്. അത് ഈ സ്ഥലത്തിന്റെ ഭംഗി കൂടുതൽ കൂട്ടുന്നുണ്ട്. നല്ല രസമുണ്ട്.
ഇവിടുന്ന് ഇപ്പം നേരെ നല്ല ദൂരേക്കുള്ള കാഴ്ച നമുക്ക് സീന്ന് നല്ല ഡയറക്റ്റ് വ്യൂ നമുക്ക് കാണാൻ പറ്റുന്നു. ഇത് ഇങ്ങനെ തന്നെ ആയിരിക്കും അങ്ങേയറ്റം വരെ 2 ഡീവിയേഷനിലേക്ക് ഓരോ ചെറിയ ചെറിയ ഹട്ട് എന്ന രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളതായിരിക്കും അങ്ങേയറ്റം വരെ. അപ്പം ഇവിടെ കോഷൻ ബോർഡൊക്കെ ഉണ്ട്. ഇതിലെ കൂടെ ഇറങ്ങുമ്പം നല്ല പോലെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്, നല്ല സ്ലിപ്പറി ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കോഷൻ ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പം ഇവിടേക്കൊക്കെ ഇറങ്ങാൻ പറ്റുന്നതാണ്. ആക്ച്വലി ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പം അതിലേക്ക് അത്ര ഡെപ്ത് ഉള്ള വെള്ളം അല്ല. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ആ കളർ, വെള്ളത്തിൻ്റെ കളർ കണ്ടാൽ തന്നെ അറിയാം. ഇത്രയും ലൈറ്റായിട്ട് കാണുന്നത് അത്ര ഡെപ്ത് ഇല്ലാത്തതാണ്. പിന്നെ കുറച്ചുകൂടെ ഡാർക്ക് വാട്ടറായിട്ട് അങ്ങോട്ട് കാണുന്നതാണ് അത് കുറച്ചധികം ആഴമുള്ള വെള്ളമാണെന്നാണ് അത് കാണിക്കുന്നത്. ഈ ഡാർക്ക് വരുന്ന അവിടെ വരെയൊക്കെയാണ് സ്നോർക്ലിങ് സാധാരണ പോകാറുള്ളത്. പിന്നെ ഡൈവിംഗ് ഒക്കെ വരുമ്പോഴാണ് കൂടുതൽ ഉള്ളിലേക്കൊക്കെ പോകുന്നത്. അപ്പം ഇത് നോക്കി അവിടെ നിന്നിപ്പോൾ ഒരു സീ പ്ലെയിന് അവിടെ നിന്ന് ഇപ്പോൾ ലോഞ്ച് ചെയ്ത് പോയിട്ടുണ്ട്. ഇതിപ്പം നടന്ന് തീർന്നില്ല, നല്ല നീളമുണ്ട്, നല്ല ദൂരത്തിലാണ് ഇവരിവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. കാരണം നമുക്ക് സീ പ്ലെയിനിൽ നമ്മൾ വന്ന് ഇറങ്ങുമ്പോഴത്തേക്കും നമുക്ക് കാണാം നമ്മുടെ ഈ ഐലൻഡിൽ നിന്ന് വെള്ളത്തിലേക്ക് ഇങ്ങനെ എക്സ്റ്റൻഷനായിട്ട് ഹട്ട്സ് ഇങ്ങനെ വാട്ടർ വില്ലാസ് ഇങ്ങനെ നീളത്തിൽ കാണുന്നത്. പക്ഷേ അത് നമ്മൾ ദൂരെ നിന്ന് നോക്കുമ്പോൾ ഇത്രയധികം നീളം ഉണ്ടെന്ന് നമുക്ക് തോന്നത്തില്ല. ഇറങ്ങി കഴിയുമ്പോഴത്തേക്കാണ് ഇതിങ്ങനെ തീരുന്നില്ലാത്തത്ര നീളത്തിലാണ് ഇതിങ്ങനെ പോയേക്കുന്നത്. നോക്കി ഇതെല്ലാം നല്ല കട്ടിയുള്ള തടിയും കൊണ്ടിട്ടാണ്, നല്ല വലിപ്പമുള്ള തടിയും കൊണ്ടുമൊക്കെയാണ് ഇവരിവിടെ ഇത് സെറ്റ് ചെയ്തേക്കുന്നത്. ഓരോ ഹട്ടിൻ്റെ അങ്ങോട്ടും ഒരു പാലം പോലെ തടിയുടെ അറേഞ്ച്മെൻറ്റുമായിട്ട് വരുന്നുണ്ട്. നമ്മൾ ഈവനിങ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് കാറ്റൊക്കെ കൊള്ളാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിരിക്കുകയായിരുന്നു. ഇവിടെ ഇപ്പോൾ ഞാനിപ്പോൾ ഇരിക്കുന്ന ഏരിയ ഞാൻ വന്നപ്പോൾ കാണിച്ചില്ലേ, ഒരു ബോട്ട് വന്ന് ഇറങ്ങി ആദ്യം കയറിയിരുന്ന സ്ഥലം, അവിടെയാണ് ഇത്. അപ്പം ഇത് നല്ല ഭംഗിയുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. നമ്മൾ വന്ന ആ സമയത്തെക്കാളും ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടുത്തെ ഭംഗി കുറച്ച് അധികം കൂടിയിട്ടുണ്ട്. അപ്പം ഇനി ഇതാണ് ഫ്രണ്ട് ഏരിയ ആണ്, ഈ ഐലൻഡിന്റെ ഫ്രണ്ട് ഏരിയ ആയിട്ട് വരും. അപ്പം ഇവിടുന്ന് അങ്ങോട്ട് വെൽക്കം ചെയ്യുന്ന രീതിയിൽ കുറേ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവിടെ ഈ മറ്റേ റെസ്റ്റോ ബാറും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. പിന്നെ അവിടെ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറൊക്കെ അറേഞ്ച് ചെയ്യുന്ന കൈൻഡ് ടേബിൾസും അവിടെ ചെയർസും അങ്ങനെ എല്ലാം അറേഞ്ച് ചെയ്തേക്കുന്നതാണ് എൻ്റെ ബാക്കിൽ കാണുന്ന കുറേ ഏരിയ. അപ്പം രാത്രിയൊക്കെ ആകുന്ന സമയത്ത് ടൂറിസ്റ്റും ഫോറിനേഴ്സ് എല്ലാവരും വന്നിട്ട് അവിടെ ഇരുന്ന് ഇങ്ങനെ കാറ്റുകൊണ്ട് എൻജോയ് ചെയ്തിരിക്കുന്ന ഒരു സമയമാണിത്. അപ്പം ഇപ്പം നോക്കിയാൽ തന്നെ അറിയാം അവിടെ കുറേ പേര് ഇരിക്കുന്നുണ്ട്, എൻജോയ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാ ദിവസവും ഇവിടെ ഏകദേശം ഈ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേക്ക്, ഇപ്പം 11 മണിയാണ്, 11 മണിയൊക്കെ സമയത്ത് നേരത്തെ തുടങ്ങുന്നതാണ്. 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എന്നാലും തുടങ്ങും കുറേ ആക്ടിവിറ്റീസ്. അതായത് ഇന്ന് അണ്ടർ വാട്ടർ വീഡിയോസ് ഒക്കെ ആയിരുന്നു പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഓരോ ദിവസവും ഓരോ പ്രോഗ്രാംസ് ആയിരിക്കും, ലൈവ് മ്യൂസിക് ഒക്കെ ഉണ്ടാവും. അങ്ങനെ ഓരോ ദിവസവും ടൂറിസ്റ്റിനെ എന്റർടൈൻ ചെയ്യാൻ എന്ന തരത്തിൽ പല പല ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ ഏരിയയുടെ മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല ഈ ക്ലീൻ വാട്ടറിനുള്ളിൽ കൂടെ നമുക്ക് മീനുകൾ പോകണ കാണാൻ പറ്റും. നല്ല ഭംഗിയുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ അത്. നമുക്ക് ഈ സ്റ്റെപ്പ് ഇറങ്ങി ഒത്തിരി താഴേക്ക് നമുക്കൊക്കെ പോകാൻ പറ്റത്തില്ലെങ്കിലും ജസ്റ്റ് ഇവിടെ വന്നിരുന്ന് കാണാൻ പറ്റും. കാരണം ഈ പൊട്ട് പോലെ അവിടെ ഈ കാണുന്നതെല്ലാം കുട്ടി ഷാർക്കുകളാണ്, കുട്ടി ഷാർക്കുകൾ. അപ്പം നമുക്ക് ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഫിഷിങ്, ഈ റിസോർട്ട്സ് അങ്ങനത്തെ നമുക്ക് ടൂറിസ്റ്റിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തേക്കുന്ന ഈ ഐലൻഡ്സുകളിലൊക്കെ ഫിഷിങ് തീരെ തന്നെ അലൗഡ് അല്ല. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മീനുകളൊന്നും ഒരു പേടി ഇല്ലാതെയാണ് ഈ തീരത്തേക്ക്
അടുക്കുക. അപ്പം രാത്രിയൊക്കെ ആകുന്ന സമയത്ത് ഇവരൊക്കെ ഇങ്ങനെ ഈ വെള്ളത്തിനടിയിൽ കൂടെ ഓടിച്ചാടി നടക്കുന്നത് നമുക്ക് ക്ലീൻ ആയിട്ട് കാണാൻ പറ്റും. കാരണം ഇവർക്ക് നമ്മളെ മനുഷ്യരെ പേടിയില്ല. അതുകൊണ്ട് തന്നെ നല്ല കാഴ്ചകളാണ്. കുറെ തെരണ്ടി മീനുകളും വലിയ വലിയ ഷാർക്കുകളും കുഞ്ഞു ഷാർക്കുകളും ഒക്കെ ഇങ്ങനെ വന്ന് ഇതിലെ കൂടെ ഈ തീരത്ത് കൂടെ ഇങ്ങനെ വന്ന് കളിക്കും. അപ്പൊ ഇത് ആക്ച്വലി ഇത് വെള്ളത്തിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തേക്കുന്ന ഈ ലഗൂൺ ഏരിയയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തേക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ആ പ്ലാറ്റ്ഫോമിൽ ചെറിയ ഒരു മേൽക്കൂരയൊക്കെ ആക്കിയിട്ട് കുറെ ബെഞ്ചും ഡെസ്കും ഒക്കെ അറേഞ്ച് ചെയ്ത ഒരു വാട്ടറിലേക്ക് ഒരു എക്സ്റ്റൻഷൻ ആണ് ഇങ്ങോട്ട് വരാം. ആ ഒരു ഏരിയയിൽ നമുക്ക് ഇഷ്ടം പോലെ ഭംഗിയുള്ള കാഴ്ചകൾ കണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെന്റ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പം ഇങ്ങോട്ട് ഞാൻ ഇങ്ങനെ ഇരുന്ന സമയത്ത് ഒരു വലിയ തെരണ്ടി മീൻ അങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നു. ഭയങ്കര ഭംഗി, നമുക്ക് തന്നെ അതിശയം തോന്നിയത് ഇങ്ങോട്ടൊക്കെ ഈ അടുത്തേക്കൊക്കെ വരെയും വരും വലിയ മീനുകളൊക്കെ. അപ്പോൾ അങ്ങനെ ഭയങ്കര തണുത്ത കാറ്റും ഒക്കെ കൂടി ആയിട്ട് നല്ല കൂളായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ. നമുക്ക് ഭയങ്കര നമ്മളെ തന്നെ ശാന്തമാക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ. ഫുള്ള് ലൈറ്റിങ്ങും ഒക്കെ ആയിട്ട് കണ്ണിന് കുളിർമയാകുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ ഉള്ളത്. ഇപ്പം ഇതാണ് ആക്ച്വലി മെയിൻ ബോട്ട് ജെട്ടി. അപ്പൊ ഇവിടെ സീപ്ലെയിനൊക്കെ നമ്മൾ വന്നിറങ്ങുന്ന ആ പോയിന്റിൽ നിന്ന് നമ്മൾ ബോട്ട് കയറി ഇവിടേക്കാണ് നമ്മൾ വന്നിറങ്ങുക. ഇവിടുന്ന് ഗസ്റ്റിനെ ഒക്കെ ഇവിടേക്ക് വെൽക്കം ചെയ്ത് റിസോർട്ടിലേക്കൊക്കെ വെൽക്കം ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു ഏരിയ ആണ്. അപ്പം അങ്ങനെയാണ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ. അങ്ങനെ നമ്മുടെ ഇവിടുത്തെ മെയിൻ ബോട്ട് ചെട്ടിന്ന് ഞാനിങ്ങനെ നടന്നു വരും. ആക്ച്വലി ഈ സമയത്ത് വീഡിയോ എടുക്കുമ്പോൾ വീഡിയോക്ക് എത്ര ക്ലാരിറ്റി ഉണ്ടാവുമെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ എനിക്ക് ഇവിടുത്തെ ലൈറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ഒന്ന് കാണിച്ചു തരണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കുള്ള ലൈറ്റിങ്ങും കാര്യങ്ങളെല്ലാം നല്ല ഭംഗിയാണ് കേട്ടോ. ഒരു യെല്ലോ ഷെയ്ഡുള്ള ലൈറ്റാണ് ഇവിടെ ഫുള്ളും വരുന്നത്. അപ്പം ഇങ്ങോട്ട് കയറി വരുന്ന എൻട്രൻസ് കഴിഞ്ഞ് അങ്ങോട്ട് കയറി വരുമ്പോഴത്തേക്കുമാണ് ഈ റെസ്റ്റോ ബാർ ഏരിയ ഒക്കെ വരുന്നത്. ഈ റെസ്റ്റോ ബാറിന്റെ ആ സൈഡിലൊക്കെ ആയിട്ടാണ് കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളും ഒക്കെ നടക്കാറ്. ഇവിടെയൊക്കെയാണ് ഗസ്റ്റ് ഒക്കെ ആദ്യം വന്ന് റെസ്റ്റ് ചെയ്യുക ഒക്കെ ചെയ്യുന്ന ഏരിയ. അപ്പോൾ അങ്ങനെ ഇങ്ങോട്ടൊക്കെ വരുമ്പോഴത്തേക്കും ഇവിടെ രണ്ട് സൈഡിലൊക്കെ ആയിട്ട് കുറേ ചെയർസും ടേബിൾസും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെയാണ് മെയിൻ എന്താ പറയുക ടൂറിസ്റ്റ് എൻ്റർടൈൻ ചെയ്യാനായിട്ടുള്ള പല ആക്ടിവിറ്റീസും ക്യാൻഡിൽ ലൈറ്റ് ഡിന്നേഴ്സും ഒക്കെ അറേഞ്ച് ചെയ്യാറുള്ളത്. അങ്ങനെ വളരെ നല്ല ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. ചെറിയ ഔട്ട്ഡോർ മിനി ബാർ സെറ്റപ്പ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ കോക്ടെയിലൊക്കെ അവൈലബിൾ ആണ്. അങ്ങനെ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടാണ് ഈ ഒരു ഏരിയ ഫുള്ള് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത് ഈ സൈഡെല്ലാം ഫുള്ള് ഗസ്റ്റൊക്കെ ആയിട്ട് ഫുൾ എൻഗേജ്ഡ് ആയിരിക്കും. ഇപ്പം കുറച്ചുകൂടെ ലേറ്റ് ആയതുകൊണ്ടാണ് ഇവിടുത്തെ ഈ നൈറ്റ് ഷോയും ഇന്നത്തെ ആക്ടിവിറ്റീസ് എല്ലാം ഓൾമോസ്റ്റ് തീർന്ന ടൈമാണ്. അതുകൊണ്ടാണ് ഇവിടേക്ക് ഇപ്പം വേക്കൻ്റ് ആയിട്ട് കാണുന്നത്. അപ്പോൾ അല്ലായിരുന്നെങ്കിൽ ഇവിടെ എല്ലാം നിറയെ ആൾക്കാരായിരുന്നു. കുറച്ച് മുന്നേ വരെ ഇവിടെ എല്ലാം കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിരുന്നു. പിന്നെ ഇവിടെ വരുന്ന ഗസ്റ്റുകൾക്കൊക്കെ സ്പെഷ്യൽ ഫുഡ് ഒക്കെ അറേഞ്ച് ചെയ്യുന്ന സ്പെഷ്യൽ ഡേയ്സ് ഒക്കെ ഉണ്ട്. ആ സമയത്തൊക്കെ ഈ ഉൾ സൈഡിൽ എൻ്റെ റൈറ്റിൽ കാണുന്ന ഈ ഒരു ഏരിയയിലാണ് ഫുഡൊക്കെ അറേഞ്ച് ചെയ്യുക. ഭയങ്കര ഭംഗിയായിട്ടുള്ള രീതിയിലാണ് ഫുഡും ഫ്രൂട്ട്സും ഡിഫറെൻറ്റ് വെജിറ്റബിൾസും പിന്നെ നമ്മുടെ മീറ്റ് ഐറ്റംസ് ഒക്കെ ഭയങ്കര കുക്ക് ചെയ്ത് നല്ല ഫുള്ളായിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്തേക്കുന്ന ഒരു സെറ്റപ്പിൽ ഇത് സ്പെഷ്യൽ ഡേയ്സിലൊക്കെ അവൈലബിൾ ആണ്. അതൊക്കെ ഭയങ്കര എന്താ പറയുക ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ അതൊക്കെ കാണുന്നത് തന്നെ. ഇതൊക്കെ ഈ ടേബിളൊക്കെ കണ്ടാൽ ഇതൊക്കെ ഓരോ ചെറിയ കുട്ടി കുട്ടി ടേബിൾസും ചെയർസും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു ഏരിയ ആണ് ഇവിടെ ഉള്ളത്. പിന്നെ ഫുൾ ഇവിടെ ഇപ്പം ഇന്ന സമയം എന്നൊന്നുമില്ല, നമുക്ക് വന്നിരിക്കുന്ന ഏത് സമയം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം ഈ നൈറ്റ് 11 മണിയായി, ഇവിടുത്തെ ഒരു 11:15 ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഫുള്ള് ലൈറ്റൊക്കെ ഓൺ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ ഇന്ന് ഈ നൈറ്റ് ടൈം ഇവിടെ വന്നിരുന്ന് എൻജോയ് ചെയ്യാനായിട്ട് ഭയങ്കര രസമാണ് ഇവിടെ എല്ലാം. പിന്നെ കുറച്ച് അങ്ങോട്ട് മാറിക്കഴിഞ്ഞ് ഈ ഫ്രണ്ട് ഏരിയ കഴിഞ്ഞ് കുറച്ച് അങ്ങോട്ട് മാറി കഴിയുമ്പോഴത്തേക്കും ഈ കുറച്ച് മരത്തിൻ്റെ ഒക്കെ ചുറ്റും ഇരിക്കാനുള്ള സെറ്റപ്പും ചെറിയ സ്വിങ്ങും ഒക്കെ
ഊഞ്ഞാലൊക്കെ ആയിട്ട് അവിടെ ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ വന്ന് ഇരിക്കാൻ പറ്റും. ഉച്ച സമയത്തെക്കാട്ടിലും കൂടുതൽ ആൾക്കാരൊക്കെ ഒരു ഈവനിങ് ടൈമൊക്കെയാണ് വന്നിരിക്കാനൊക്കെ പ്രിഫർ ചെയ്യുക. കാരണം ഉച്ചയ്ക്ക് എന്ന് പറയുമ്പോൾ വെയിലാണെങ്കിൽ നല്ല വെയിലുണ്ടായിരിക്കും, ചെറിയ കാറ്റൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും മണലിൽ നിന്നൊക്കെ അടിച്ചു വരുന്ന ആ ഒരു വെയിലിന് ചെറിയ ചൂടൊക്കെ ഉണ്ട്. അപ്പം ഉച്ച സമയത്ത് നമുക്ക് അത്രയ്ക്ക് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. ആക്ച്വലി ഈ ഒരു നൈറ്റ്, ഈ ഒരു സമയമാണ് എപ്പോഴും ഭയങ്കര എൻ്റർടൈനിങ് ആയിട്ട് തോന്നിയിട്ടുള്ള ടൈം. അപ്പൊ ഇവിടെയൊക്കെ വന്നിരുന്ന് റെസ്റ്റ് ചെയ്യാം. അങ്ങനെ ഭയങ്കര കൂൾ ആൻഡ് കാം ആയിട്ടുള്ള ഒരു ഏരിയ. ഇവിടെ നമ്മൾ വേറൊരു ചെറിയ ജെട്ടി കാണുന്നുണ്ട്. ഇത് സപ്ലൈ ജെട്ടിയാണ്. ആക്ച്വലി ഗസ്റ്റ് ഒക്കെ വന്ന് ഇറങ്ങുന്ന ജെട്ടിയാണ് ഞാൻ ആദ്യം ഇരുന്നിരുന്ന ആ ഒരു സ്പോട്ട്. അപ്പൊ ഇങ്ങോട്ട് വരുമ്പം ഇവിടെയാണ് ഈ ഐലൻഡിലേക്കൊക്കെ വേണ്ട സാധനങ്ങളൊക്കെ ഹോൾസെയിലായിട്ട് എന്തെങ്കിലും സാധനങ്ങൾ വന്ന് ഇറക്കാനും ഇവിടേക്ക് വേണ്ട സപ്ലൈ സാധനങ്ങളൊക്കെ എല്ലാം വരുത്തുന്ന ഒരു ജെട്ടി ഇങ്ങോട്ടാണ്. ഇപ്പൊ അത്യാവശ്യ ഘട്ടങ്ങളിൽ ബോട്ട് എടുക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിലും ഈ ഒരു ഏരിയയിൽ നിന്ന് എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇവിടെ തൊട്ടടുത്ത് തന്നെ ബോട്ടുകളൊക്കെ കാണുന്നുണ്ട്. അപ്പം ഒരു വലിയ കൊക്ക് ഇവിടെ ഈ സൈഡിൽ വന്നിരിക്കുന്നുണ്ട്. ഇതുപോലത്തെ കൊക്കുകൾ നമ്മളിവിടെ ഈ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ ടൈമിൽ നമ്മളവിടെ ഫുഡൊക്കെ കഴിക്കുന്ന സമയത്ത് നമ്മുടെ തൊട്ടടുത്ത് വന്നിരിക്കും. ആക്ച്വലി ഇവിടെയുള്ള പക്ഷികൾക്കോ മൃഗങ്ങൾക്കോ അങ്ങനെ ഒന്നും ഒരു മനുഷ്യനെ തീരെ പേടിയില്ല. കാരണം അവര് മനുഷ്യൻ ഒരു രീതിയിലും ഉപദ്രവിക്കോ അങ്ങനെ അവർക്കൊരു ഇറിറ്റേഷൻ വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ കിളികളൊക്കെ നമ്മുടെ തൊട്ടടുത്ത് തന്നെ വന്നിരിക്കും. ഇപ്പൊ നമുക്കൊരു തെരണ്ടി കുഞ്ഞിനെ കാണാം ആ വെള്ളത്തില്. അത് തീരത്തിന്റെ അടുത്ത് വരെ വന്നിട്ടുണ്ടെന്നുള്ളതാണ് അതിന്റെ ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാഴ്ച. അങ്ങനെ അതിപ്പോ ആ തീരത്ത് അങ്ങ് ചേർന്ന് വന്നു കേട്ടോ. കാരണം ഒത്തിരി ഉള്ളിലേക്ക് നമുക്ക് സാധാരണഗതിയിൽ ഒത്തിരി ഉള്ളിൽ കാണാൻ പറ്റുന്ന മത്സ്യങ്ങളൊക്കെ ഇപ്പൊ ഏറ്റവും തീരത്ത് അടുത്ത് കാണുന്നത്. ഈ പറയുന്ന ഡൈവിങ് സ്നോർക്ലിംഗ് ഒക്കെ പോകുന്ന സമയത്ത് ഇതേപോലെ തന്നെയാണ്. നമ്മുടെ തൊട്ടടുത്ത് കൂടെ മത്സ്യങ്ങളൊക്കെ പോകും. അവിടെ കണ്ട പോലെ തന്നെ കാഴ്ചകള് മീനുകളൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു കമ്പാരിറ്റീവ്ലി ഇവിടുത്തെ കാട്ടിലും കൂടുതൽ ഒരു ലൈറ്റും അങ്ങനെയൊക്കെ വന്നതുകൊണ്ട് അവിടെ കൂടുതൽ മത്സ്യങ്ങൾ.